ബഹുമാന്യനും ആദരണീയനുമായ പത്രപ്രവർത്തക യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ KC രാജഗോപാൽ അവர்கள், ബഹുമാന്യനും ആദരണീയനുമായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവர்கள், ബഹുമാനായ ധനകാര്യ മന്ത്രി ശ്രീ KM മാണി അവர்கள், ബഹുമാനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവர்கள், പ്രിയപ്പെട്ട പബ്ലിക് റിലേഷൻ വകുപ്പ് മന്ത്രി ബഹുമാനായ ശ്രീ TSC ജോസഫ് അവர்கள், പ്രിയപ്പെട്ട ആന്റണി MP, മറ്റ് പത്രപ്രവർത്തക യൂണിയൻ്റെ സംസ്ഥാന നേതാക്കളെ, പ്രിയപ്പെട്ട അംഗങ്ങളെ, സുഹൃത്തുക്കളെ, കോട്ടയത്തേക്ക് പത്രപ്രവർത്തക യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനം കടന്നു വരുന്നതിനുള്ള സന്തോഷം ഞങ്ങൾ സ്വാഗത സംഘം രൂപീകരിച്ചപ്പോൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. 14 വർഷങ്ങൾക്ക് ശേഷമാണ് കോട്ടയത്തേക്ക് പത്രപ്രവർത്തക യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനം കടന്നു വരുന്നത്. 14 വർഷത്തിന് ശേഷം വരുമ്പോൾ കേരളത്തിലെ പത്രപ്രവർത്തന രംഗത്ത് ഒട്ടേറെ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. മുൻപ് ഉണ്ടായതിൽ നിന്ന് വ്യത്യസ്തമായി ആധുനിക യുഗത്തിലെ ഏറ്റവും ജനാധിപത്യത്തിന് കാവലാളായി നിൽക്കുവാൻ പറ്റുന്ന തരത്തിലേക്ക് ഓരോ ദിവസവും ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ അപ്പോൾ തന്നെ ജനസമൂഹത്തിനെയും ഭരണാധികാരികളെയും ഒക്കെ അറിയിക്കുവാൻ പറ്റുന്ന തരത്തിലേക്ക് ഇന്ന് പത്രപ്രവർത്തനവും അതുപോലെ തന്നെ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും വളർന്ന് മുമ്പോട്ട് പോകുമ്പോഴാണ് കോട്ടയത്തേക്ക് 14 വർഷത്തിന് ശേഷമുള്ള സംസ്ഥാന സമ്മേളനം ഇന്ന് കടന്നു വരുന്നത്. ഈ സംസ്ഥാന സമ്മേളനത്തിന് വേണ്ടിയിട്ടുള്ള രൂപീകരണ പരിപാടികൾ എനിക്ക് തോന്നുന്നു ഈ മാസം 4-ാം തീയതിയോടുകൂടിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി ആരംഭിച്ചത്. ഡൽഹിയിലെ ഇതിൻ്റെ സുവർണ്ണ ജൂബിലിയുമായിട്ട് ഉള്ള സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾ, അതോടൊപ്പം പത്രപ്രവർത്തക യൂണിയൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ 4-ാം തീയതി മുതലാണ് ഇതിൻ്റെ പ്രവർത്തനത്തിലേക്ക് മുമ്പോട്ട് പോയത്. ചുരുങ്ങിയ സമയം കൊണ്ട് കോട്ടയം നഗരം എന്ന് പറയുന്ന അക്ഷരനഗരമാണ്. ഈ അക്ഷരനഗരത്തിൽ ഈ സമ്മേളനം ക്രമീകരിക്കുവാൻ വളരെ വിപുലമായ രീതിയിലേക്ക് പത്രപ്രവർത്തന രംഗത്തെ മുഴുവൻ ആളുകളുടെയും മുഴുവൻ പ്രവർത്തകരുടെയും അതോടൊപ്പം മറ്റ് സാമൂഹിക സംഘടനകളുടെയും സഹായവും സഹകരണവും ലഭിച്ചതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വിപുലമായ രീതിയിലേക്ക് സമ്മേളനം നടത്തുവാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിയത്. ഇവിടെ ഇതിനോടനുബന്ധിച്ചുള്ള പരിപാടികൾ ഈ മാസം 18-ന് ഇതിൻ്റെ അനുബന്ധന പരിപാടികളോടനുബന്ധിച്ചുള്ള ചലച്ചിത്രമേള, അതുപോലെ തന്നെ ചലച്ചിത്ര സെമിനാർ, വനിതാ മാധ്യമ പ്രവർത്തക സംഗമം, പത്രപ്രവർത്തന ചരിത്ര പ്രദർശനം, ട്രേഡ് യൂണിയൻ സെമിനാർ, മാധ്യമ സെമിനാർ, വാർത്താ ചിത്ര പ്രദർശനം, ക്വിസ് കോമ്പറ്റീഷൻ, വാർത്താ ചിത്ര പ്രദർശനം, പരിസ്ഥിതി സെമിനാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ സംഗമം തുടങ്ങിയ പരിപാടികളെല്ലാം തയ്യാറെടുത്ത് അത് നടത്തിക്കൊണ്ട് ഈ സമൂഹത്തിൻ്റെ ജനശ്രദ്ധ പത്രപ്രവർത്തക യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നു എന്നുള്ള തലത്തിലേക്ക് ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് മാറ്റുവാൻ ഇതിൻ്റെ സംഘാടകർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സംഘാടകരിൽ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നത് ഇതിന് ജനറൽ കൺവീനറായ ശ്രീ ഷാലു മാത്യു ദിവസവും എൻ്റെ ഇരിക്കലെ ഇത് സംബന്ധിച്ച് വിളിക്കാറുണ്ട്. നമുക്ക് പരിപാടികളുടെ വിപുലമായ തയ്യാറെടുപ്പുകൾ അത് നമുക്ക് ഇന്ന രീതിയിൽ വേണമെന്നുള്ള നിർദ്ദേശം നൽകാറുണ്ട്. അതോടൊപ്പം വർക്കിംഗ് ചെയർമാൻ ശ്രീ എസ് മനോജ്, അതുപോലെ തന്നെ സംസ്ഥാന സമിതി അംഗം ചെറുകര സണ്ണി ലൂക്കോസ് അടക്കമുള്ള പത്രപ്രവർത്തക രംഗത്തെ കോട്ടയത്തെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ ഒക്കെ സജീവമായ സാന്നിധ്യവും അതിൻ്റെ പ്രവർത്തനവും കൂടാണ് ഇന്ന് നമ്മൾ സംസ്ഥാന സമ്മേളനം ഇത്രയും വിപുലമായ രീതിയിലേക്ക് നടത്തി മുമ്പോട്ട് പോകാൻ സാധിച്ചത്. നമുക്കറിയാം, ഇന്ന് പത്രപ്രവർത്തന രംഗത്ത് ഒട്ടേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമുണ്ട്. ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതിജീവിച്ചാണ് നമ്മുടെ പത്രപ്രവർത്തന രംഗത്ത് പുതിയ ഓരോ സംഭവ വികാസങ്ങളും ലോക ശ്രദ്ധയിലേക്ക്, ജനശ്രദ്ധയിലേക്ക്, ഭരണാധികാരികളുടെ ശ്രദ്ധയിലേക്കൊക്കെ കൊണ്ടുവരുവാൻ ഇന്ന് മാധ്യമങ്ങളിലെയും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലെയും പ്രിയപ്പെട്ട പ്രവർത്തകരുടെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ പോകുന്നതിനിടയ്ക്കാണ് നമ്മൾ വീണ്ടും കോട്ടയത്തേക്ക് കടന്നു വരുന്നത്. കോട്ടയത്തേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അറിയാം, ഇന്ന് ആനുകാലികമായ ഒട്ടനവധി സംഭവ വികാസങ്ങളുണ്ട്. നമ്മളുടെ ഓരോ സംഭവങ്ങളും ഓരോ കാര്യങ്ങളും അന്വേഷണാത്മക പത്രപ്രവർത്തന പരിപാടികൾ നടത്തുമ്പോൾ നമ്മൾ അതിനെ ശരിയായ രീതിയിലേക്ക് വിനിയോഗിക്കാതെ പോകുന്നു എന്നുള്ള ആക്ഷേപവും നിലനിൽക്കുക. അപ്പം അങ്ങനെ സത്യമായി അവതരിപ്പിക്കുവാനുള്ള ഒരു പ്രചോദനം ഈ സംസ്ഥാന സമ്മേളനത്തിലൂടെ നമ്മുടെ സമൂഹത്തിനെ ഉണ്ടാക്കിയെടുക്കുവാൻ കൂടി ഇവിടെ നമുക്ക് സാധിക്കും. അതോടനുബന്ധിച്ച് നമുക്ക് ഒട്ടനവധി സംഭാവനകൾ ചെയ്തിട്ടുള്ള, അതോടൊപ്പം നമുക്ക് ഈ പത്രപ്രവർത്തനം എന്ന് പറയുമ്പോൾ പത്രപ്രവർത്തന രംഗത്തിലൂടെ സൃഷ്ടിക്കുവാനും സംഭരിക്കുവാനുമുള്ള ശക്തി നമ്മുടെ പത്രപ്രവർത്തന രംഗത്ത് ഉണ്ട് എന്നുള്ള വികാരം നമ്മുടെ ലോക സമൂഹം മനസ്സിലാക്കുന്നുണ്ട്. ആ ലോക സമൂഹത്തിന് ആ തരത്തിലേക്കുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ ആ തരത്തിലേക്കുള്ള പ്രവർത്തനത്തിലൂടെ നമുക്ക് മാതൃകയാകുവാൻ, ജനാധിപത്യത്തിന് കാവൽ ഭടന്മാരായി പത്രപ്രവർത്തനം രംഗം മുമ്പോട്ട് കൊണ്ടുപോകാൻ കോട്ടയത്തെ ഈ സമ്മേളനം മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുക. അതോടൊപ്പം ഈ സമ്മേളനത്തോടനുബന്ധിച്ച് ചെറിയൊരു ആക്ഷേപം
ഇവിടെ നമ്മുടെ ഈ ഹോളിൽ സീറ്റുകളുടെ കാര്യത്തിൽ ചെറിയ ഇതിൻ്റെ ഒരു ചർച്ച നടന്നപ്പോഴത്തേക്ക് സീറ്റുകൾ കുറച്ച് പോയിട്ടുണ്ട് എന്നൊരു ആശയമുണ്ടായിരുന്നു. ഇത് നഗരസഭയുമായി ബന്ധപ്പെട്ട് അത് തീർക്കുന്നതിന് വേണ്ടി നമ്മുടെ മലയാള മനോരമ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. അതിൻ്റെ തയ്യാറെടുപ്പിൽ നമുക്ക് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. അത് പൂർത്തീകരിച്ച് ബഹുമാനായ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ തന്നെ അതിന് പ്രത്യേക തീരുമാനമെടുത്തിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ കൗൺസിൽ കൂടി തീരുമാനമെടുത്ത് നമ്മൾ മലയാള മനോരമ ട്രസ്റ്റുമായി അടുത്ത ദിവസം ഒപ്പുവെക്കും. ഒപ്പുവെച്ച് കഴിഞ്ഞാൽ കസേര മുഴുവൻ സൂചിപ്പിക്കുന്നത് കസേര മുഴുവൻ മാറ്റി പുതിയ രീതിയിലേക്കുള്ള സാഹചര്യം സൃഷ്ടിക്കുവാൻ കൂടി മനോരമ ട്രസ്റ്റ് തയ്യാറായി വരികയാണ്. അതുകൊണ്ട് നമുക്ക് അധികം താമസിക്കാതെ തന്നെ ഈ ആശയം പരിഹരിക്കപ്പെടാൻ പറ്റും. ആശയം പരിഹരിക്കുമ്പോൾ നമുക്കറിയാം മലയാള മനോരമ ട്രസ്റ്റ് നടത്തുന്ന സഹായം കൊണ്ട് നമുക്ക് മാമന്മാപ്പിള ഹാൾ നല്ല നിലവാരത്തിൽ നിർത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അതിനിയും കൂടുതൽ നിലവാരത്തോടുകൂടി കോട്ടയത്തെ വന്നുപോകുന്ന ആളുകൾക്ക് ഒക്കെ ഏറ്റവും മാതൃകാപരമായ പരിപാടികൾ നടത്തുവാനൊക്കെ ഉള്ള സാഹചര്യം കൂടി ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഇവിടെ നമ്മുടെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനായ നമ്മുടെ പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സി രാജഗോപാൽ അവർ, നമുക്കറിയാം ദേശീയ തലത്തിൽ നമ്മൾ ഡൽഹിയിൽ ഇതിൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾ അടക്കമുള്ള പരിപാടികൾ നടന്നതുകൊണ്ട് കഴിഞ്ഞ മാസം 4-ാം തീയതി അടക്കമുള്ള സമയത്താണ് അദ്ദേഹം ഒക്കെ ഇവിടെ വന്ന് ഈ സമ്മേളനത്തിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകി അതിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത് മുമ്പോട്ട് പോയത്. അതുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ മറ്റ് എല്ലാ മേഖലകളിലും മറ്റൊരു പരിപാടി നടക്കുന്നതിന് വ്യത്യസ്തമായി കോട്ടയത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരുടെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ മുഴുവൻ ആളുകളുടെയും സഹായവും സഹകരണവും ഇന്ന് നമ്മുടെ ഈ പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ലഭിച്ചിട്ടുണ്ട്. ആ തരത്തിലേക്ക് അതിന് നേതൃത്വം കൊടുക്കുവാൻ സാധിച്ച ഇതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സി രാജഗോപാൽ അവരുടെ ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. നമ്മളുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ കാലത്തും നമ്മുടെ പ്രിയങ്കരനായ നമ്മളോടൊപ്പം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ ആ പ്രശ്നങ്ങൾക്ക് ഒക്കെ നമുക്ക് സുസ്മേര വദനായി നമ്മുടെ പ്രശ്നങ്ങൾ കേട്ടറിഞ്ഞ് അതിന് പരിഹാരം നൽകുന്ന നമ്മുടെ ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവറുകളാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്ന് ഒട്ടനവധി പരിപാടികൾ ഒക്കെ ഉണ്ടെങ്കിൽ പോലും പത്രപ്രവർത്തകരുടെ സമ്മേളനം അത് ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനം എന്നുള്ള നിലയിലേക്ക് കണ്ടുകൊണ്ട് അത് ഈ സമൂഹത്തിന് ആവശ്യമായ ഒരു സമ്മേളനമാണ്. ആവശ്യമായ സാഹചര്യം കേരള സമൂഹത്തിന് ഗുണകരമായ രീതിയിലേക്ക് പത്രപ്രവർത്തന രംഗത്തിലൂടെ നമുക്ക് ജനങ്ങൾക്ക് ഒട്ടനവധി കാര്യങ്ങൾ അറിയുവാനും ആ കാര്യങ്ങൾ സമൂഹത്തിന്റെ മനസ്സുകളിലേക്ക് ഇറങ്ങിത്തരുവാനും പറ്റുന്ന തരത്തിലേക്ക് പത്രപ്രവർത്തന രംഗം ഇന്ന് വളർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പത്രപ്രവർത്തന രംഗത്തെ മുഴുവൻ ആളുകൾക്കും പ്രയോജനം ചെയ്യുന്ന തരത്തിലേക്കുള്ള നിർദ്ദേശങ്ങളടക്കം കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുക ഉദ്ഘാടനം ചെയ്യുന്നതിന്. നമുക്കറിയാം ഇന്ന് നമ്മുടെ ഒക്കെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഹോളിലെ ചെറിയ പ്രശ്നങ്ങൾ ഇവിടെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് 2007-2008 കാലഘട്ടത്തിൽ ഗവൺമെന്റ് സെക്രട്ടറി അടക്കമുള്ള ഒരു ചെറിയ ആക്ഷേപം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ലൈസൻസ് പുതുക്കാൻ പറ്റാതെ വന്നത് മൂലം ആ ആക്ഷേപങ്ങളൊക്കെ പരിഹരിച്ചു പോലും മുനിസിപ്പാലിറ്റിയുടെ പോലും പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അത്ര ചെറിയ പ്രശ്നങ്ങൾ പോലും കണ്ട് അത് പരിഹരിക്കുവാൻ ഒക്കെ മുമ്പോട്ട് പോയിട്ടുള്ള ബഹുമാനായ മുഖ്യമന്ത്രിയാണ് ഇന്ന് ഇവിടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനീയനും ആദരണീയനുമായ കേരളത്തിന്റെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി അവരുടെ ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ ഈ സമ്മേളനത്തിന് മുഖ്യാതിഥികളായി എത്തിയ ബഹുമാനായ നമ്മുടെ കേരളത്തിന്റെ ധനകാര്യമന്ത്രി ശ്രീ കെ എം മാണി അവர்களுണ്ട്. നമുക്കറിയാം മാണി സാറ് ഇന്ന് പത്രപ്രവർത്തകരുടെ ഒരു കാരണവരായിരുന്നുകൊണ്ട് എല്ലാവരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്ന തരത്തിലേക്ക് പത്രപ്രവർത്തക മേഖലയിൽ ജോലി ചെയ്യുന്ന ആ ആളുകൾക്ക് അടക്കമുള്ളവർക്ക് അവരുടെ ജീവിതത്തിന് പ്രയോജനകരമായ പദ്ധതികൾ പോലും വിഭാവന ചെയ്തുകൊണ്ട് അത് സമൂഹത്തിൽ നടപ്പാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന നമ്മുടെ ബഹുമാനായ ധനകാര്യമന്ത്രി കെ എം മാണി സാറാണ് ഈ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തുകൊണ്ട് ആശംസ നേരുന്നത്. അദ്ദേഹത്തെ ആദരപൂർവ്വം വിനയത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ബഹുമാനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി നമുക്കറിയാം നമ്മുടെ കോട്ടയത്തിന്റെ MLA കൂടിയാണ്. നമ്മുടെ പത്രപ്രവർത്തന രംഗത്ത് ഈ സംസ്ഥാന സമ്മേളനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ആലോചനാ യോഗങ്ങൾ നടന്നപ്പോൾ മുതൽ അതിന്റെ ഓരോ സംരംഭങ്ങൾ അതിന്റെ ചെറിയ പരിപാടികൾ ഒക്കെ ഉള്ള സെമിനാറുകൾ അടക്കമുള്ളത് ഉദ്ഘാടനം ചെയ്യാനൊക്കെ ഓടിയെത്തി ഈ
സമ്മേളനം വിജയിപ്പിക്കുവാൻ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ച കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർകൾ ഇവിടെ മുഖ്യാതിഥിയായി എത്തിയിരിക്കുകയാണ്. ഇതിന് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന, കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനായ ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർകളെ ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. നമ്മളുടെ ബഹുമാനായ പബ്ലിക് റിലേഷൻ വകുപ്പ് മന്ത്രി, നമ്മുടെ ഗ്രാമവികസന വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ KC ജോസഫ് അവർ ഇവിടെ നേരത്തെ തന്നെ എത്തിയിരിക്കുക. നമുക്കറിയാം, പത്രപ്രവർത്തന രംഗത്ത് ആ മേഖലയുടെ മന്ത്രി കൂടിയാണ്, സാംസ്കാരിക രംഗത്തിന്റെ മന്ത്രി കൂടിയാണ്. ഇവിടെ നമുക്ക് അദ്ദേഹം സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയതിനു ശേഷം സാംസ്കാരിക രംഗത്ത് ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ, കോട്ടയത്ത് അത് പ്രദർശിപ്പിക്കാൻ, അങ്ങനെയുള്ള നേട്ടങ്ങൾ അറിയുവാൻ പറ്റുന്ന തരത്തിലേക്കൊക്കെ നമ്മളുടെ സാംസ്കാരിക വകുപ്പിനെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് കോട്ടയം ജനതയ്ക്കും കേരള സമൂഹത്തിനും ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി, നമ്മളുടെ ഈ വകുപ്പിന്റെ മന്ത്രി കൂടിയായ ശ്രീ KC ജോസഫ് അവരുടെ ഈ സമ്മേളനത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ നമ്മുടെ പത്തനംതിട്ടയുടെ MP ശ്രീ ആന്റണി അവർ ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, പത്രപ്രവർത്തന രംഗത്ത് ഇവിടെ ഒട്ടനവധി ഇവിടെ വന്നിരിക്കുന്ന സുഹൃത്തുക്കളുടെ എല്ലാം പ്രിയപ്പെട്ട സുഹൃത്തായി കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്ന ആന്റണി MP ഇവിടെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുക. നമുക്ക് ഏറ്റവും സുഹൃത്ത് എന്നുള്ള നിലയിൽ, നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയിൽ ഒക്കെ സഹായിക്കുന്ന ആന്റണി MPയെ ഈ സമ്മേളനത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളുടെ MP ശ്രീ ജോയി എബ്രഹാം അവർ ഇവിടെ നേരത്തെ തന്നെ എത്തിയിരിക്കുക. നമുക്കറിയാം, സാംസ്കാരിക രംഗത്ത് അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നടത്തിക്കൊണ്ട് നമ്മുടെ പത്രപ്രവർത്തകർക്ക് സഹായങ്ങളും ഒക്കെയായി മുമ്പോട്ട് വന്നിരിക്കുന്ന MP ആയിരുന്നതിനും അതിനു മുമ്പുമൊക്കെ നമ്മുടെ നേതൃത്വ നിലയിലേക്കുള്ളവർക്ക് സഹായിയായി വഴികാട്ടിയായി നടത്തുന്ന ബഹുമാനായ ശ്രീ ജോയി എബ്രഹാം MPയെ ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളുടെ CF തോമസ്, നമ്മുടെ PT തോമസ് MP ഇവിടെ എത്തിയിരിക്കുക. നമുക്കറിയാം, ഇടുക്കിയുടെ MP ആണ്. എന്നും പത്രങ്ങളിലൂടെ നിറഞ്ഞു നിന്നുകൊണ്ട് ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ സമൂഹത്തിന് ശരിയായ രീതിയിലേക്കുള്ള നിർദ്ദേശങ്ങൾ നൽകി അത് പത്രമാധ്യമങ്ങളിലൂടെ ഏറ്റവും പെട്ടെന്ന് ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് പത്രപ്രവർത്തകരുമായി കൂടുതൽ ബന്ധമുണ്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന PT തോമസ് MP ഇവിടെ എത്തിയിരിക്കുക. ഈ സമ്മേളനത്തിന് ആശംസ അർപ്പിക്കുന്നതിന് അദ്ദേഹത്തെ വിനയത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാന്യനും ആദരണീയനുമായ മുൻ മന്ത്രി കൂടിയായ CF തോമസ് MLA ഇവിടെ എത്തിയിരിക്കുക. നമുക്കറിയാം, നമ്മുടെ എല്ലാ കാലത്തും ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയിലേക്ക് നമ്മുടെ പ്രവർത്തനത്തിന് ഇവിടുത്തെ പത്രപ്രവർത്തകരുടെ സഹായിയായി പത്രപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് ശരിയായ രീതിയിലേക്ക് പത്രപ്രവർത്തനത്തിനെ നയിക്കുന്നതിന് വേണ്ടി മുമ്പോട്ട് പോകുമ്പോൾ ഒട്ടനവധി സഹായം ചെയ്തു കൊടുക്കുന്ന CF തോമസ് MLA ഈ സമ്മേളനത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനായ ഈ സമ്മേളനത്തിന് ആശംസ അർപ്പിക്കുവാൻ ഇവിടെ എത്തിച്ചിരിക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി, പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ മനോഹരൻ മോറായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഈ സമ്മേളനത്തിന് വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 2-3 ദിവസമായി ഇവിടെ സജീവമായ നിർദ്ദേശം നൽകിക്കൊണ്ട് ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ശ്രീ മനോഹരൻ മോറായിയെ ഈ സമ്മേളനത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ ഈ സമ്മേളനത്തിന് കൃതജ്ഞത അർപ്പിക്കുന്ന ശ്രീ S മനോജ് അവറുകളുണ്ട്. ഈ സ്വാഗത സംഘത്തിന്റെ വർക്കിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ S മനോജിനെ ഈ സമ്മേളനത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റ് ബഹുമാന്യരായിട്ടുള്ള നേതാക്കൾ അടക്കമുള്ള പത്രപ്രവർത്തന രംഗത്തെ ശ്രീ കോട്ടയത്തിന്റെ നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ ഷാലു അടക്കമുള്ള ശ്രീ സണ്ണി ലൂക്കോസ് അടക്കമുള്ള ശ്രീ S മനോജ്, ശ്രീ ഷാലു മാത്യു, മറ്റ് ശ്രീ ജയകുമാർ അടക്കമുള്ള എല്ലാവരെയും ആദരപൂർവ്വം, ഇവിടെ സംസ്ഥാന നേതൃനിരയിലുള്ള മുഴുവൻ ആളുകളെയും ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതോടൊപ്പം ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ലോക സമൂഹത്തിന് മുമ്പിൽ നമ്മുടെ ദേശീയ അടിസ്ഥാനത്തിലടക്കം സംസ്ഥാന അടിസ്ഥാനത്തിലടക്കമുള്ള എല്ലാ മീഡിയകളിലേക്കും ഈ സമ്മേളനത്തിന്റെ പ്രവർത്തനം, അതോടൊപ്പം ഇത് അറിയിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളെയും ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ KC രാജാവ് അവർ ക്ഷണിച്ചു. പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന
ഭാരവാഹികൾ ഈ വേദിയിലേക്ക് ദയവായി കടന്നിരിക്കണം. പുറത്ത് ചെറിയ റോഡ് ബ്ലോക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മറ്റംഗങ്ങൾക്ക് ഉള്ളിലേക്ക് എത്താൻ കഴിയാത്തത്. അവരെല്ലാം ഉള്ളിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരുന്നതാണ്. ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർ, ബഹുമാനപ്പെട്ട മാണി സാർ, ആഭ്യന്തരമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പത്രപ്രവർത്തകരുടെ പ്രിയങ്കരനായ മന്ത്രി ശ്രീ കെ സി ജോസഫ് അവർ, ശ്രീ ആന്റോ ആന്റണി എം പി, ശ്രീ ജോയി എബ്രഹാം എം പി, ശ്രീ പി ടി തോമസ് എം പി, ശ്രീ സി എഫ് തോമസ് MLA, നഗരസഭാ അധ്യക്ഷൻ ശ്രീ MP സന്തോഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ക്രിസ്ത്യൻ വർഗീസ്, പത്രപ്രവർത്തക യൂണിയന്റെ ജനറൽ സെക്രട്ടറി ശ്രീ മനോഹരൻ മറായി, കോട്ടയം പ്രസ് ക്ലബ് പ്രസിഡന്റ് ശ്രീ എസ് മനോജ്, സെക്രട്ടറി ശ്രീ ഷാലു മാത്യു, സദസ്സിലെ ബഹുമാന്യരെ, പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ, കേരള പത്രപ്രവർത്തക യൂണിയന്റെ 51ാം സംസ്ഥാന സമ്മേളനത്തിന് ഇവിടെ ഔപചാരികമായി തുടക്കം കുറിക്കുമ്പോൾ യൂണിയൻ സുവർണ ജൂബിലിയുടെ ആഘോഷങ്ങളുടെ നിറവിലാണ്. അല്ലെങ്കിൽ സുവർണ ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചുവെങ്കിലും അതിൻ്റെ ആഘോഷങ്ങൾ കഴിഞ്ഞിട്ടില്ല. കാരണം ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവനിൽ ഒരു ട്രേഡ് യൂണിയന് ആദ്യമായി പ്രവേശനം കിട്ടുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് 31-നാണ്. നമുക്കറിയാം, ആദരണീയനായ രാഷ്ട്രപതി പ്രണബ് മുഖർജി ഓഗസ്റ്റ് 31-ന് യൂണിയന്റെ സുവർണ ജൂബിലി സമാപന സമ്മേളനം രാഷ്ട്രപതി ഭവനിൽ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതിന് കൃത്യം ഒരു വർഷം മുമ്പ്, കഴിഞ്ഞ സെപ്റ്റംബർ 13-ന് കൊച്ചിയിൽ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാനെത്തിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇതിന് ഇടയിലുണ്ടായിരുന്ന ഒരു വർഷം സുവർണ ജൂബിലി ആഘോഷങ്ങൾ കേരളത്തിലും പത്രപ്രവർത്തക യൂണിയന്റെ ഘടകങ്ങളുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഒരു വർഷത്തെ ആഘോഷങ്ങളാണ് പൂർത്തിയായത്. അതിന് ഏതാണ്ട് ഒരു മാസം തികയുന്നതിന് മുമ്പാണ് ഈ 51ാം സംസ്ഥാന സമ്മേളനം ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഇവിടെ 50 സമ്മേളനങ്ങൾ കഴിഞ്ഞു, 51ാം സമ്മേളനം തുടങ്ങുന്നു. പത്രപ്രവർത്തക യൂണിയന് 51ന്റെ ചെറുപ്പമാണോ മധ്യവയസ്സാണോ എന്ന് ഞാൻ പറയുന്നില്ല. ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണെന്നും ചെറിയ കാര്യമാണെന്നും രണ്ട് രീതിയിൽ വിലയിരുത്താം. എന്നാൽ ഒറ്റക്കെട്ടായി മറ്റൊരിടത്തും കാണാത്ത രീതിയിൽ രാജ്യത്തൊരിടത്തും ഇങ്ങനെ ഒരു സംഘടനയില്ല. നമ്മുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടന വേളയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് സൂചിപ്പിച്ചു. പിളരാത്ത ഒരു സംഘടന, ഒറ്റക്കെട്ടായി നിൽക്കുന്ന, വിവിധ തൊഴിൽ സാഹചര്യങ്ങളിൽ വിവിധ മാനേജ്മെന്റുകളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരുടെ, ഒരിക്കലും യോജിക്കെന്ന് ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മേഖലയിൽ മാത്രം പണിയെടുക്കുന്നു എന്ന ഒരു യോജിപ്പ് മാത്രമുള്ളവരുടെ കൂട്ടായ ഒരു സംഘടന, അത് സുവർണ ജൂബിലി പിന്നിടുക, ഏറ്റവും വലിയ ശക്തിയായി ഈ സമൂഹത്തിൽ നിലനിൽക്കുക, ഇത് തന്നെയാണ് ഈ സംഘടനയുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് കരുതുന്നു. ഈ മേഖലയിൽ ഒരിക്കലും പ്രശ്നങ്ങൾക്ക് അവസാനമില്ല എന്ന് നമുക്ക് കരുതാം. കാരണം നമ്മുടെ എല്ലാ സമ്മേളനങ്ങളിലും മാധ്യമപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ കൂലങ്കുഷമായി ചർച്ച ചെയ്യപ്പെടുക പതിവാണ്. ഇപ്പോഴും ഇവിടെയും ഇത് തന്നെയാണ്. മാധ്യമപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ കുറഞ്ഞു വരികയല്ല, മാധ്യമപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ കൂടി വരികയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പോകാൻ തിടുക്കമുള്ളതുകൊണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ തന്നെ വന്നത്. വളരെ വിശദമായി അതിലേക്ക് കടക്കാൻ കഴിയില്ല. എന്നാലും ഏതാനും കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായ തൊഴിൽ സ്ഥിരതയില്ലായ്മ, കരാർ നിയമനം തുടങ്ങിയ കാര്യങ്ങൾ പതിവ് പോലെ തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് തൊഴിൽ സാഹചര്യങ്ങൾ രാജ്യത്തോ കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഒരു കാലഘട്ടത്തിൽ ഈ ലോകത്തൊരിടത്തും തന്നെ മെച്ചപ്പെടുന്നില്ല. ഇവിടെ ഈ വിവരങ്ങൾ ഉന്നയിക്കാൻ, ഇതിനുവേണ്ടി ശക്തമായി നിലകൊള്ളാൻ ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇല്ലാത്തതുപോലെ ഒരു സംഘടനയുണ്ട് എന്നത് മാത്രമാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു രചിതരേഖയായി നിലകൊള്ളുന്നത്. 7ാം ശമ്പള കമ്മീഷൻ, കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള 7ാം ശമ്പള കമ്മീഷൻ നിയമിച്ചു കഴിഞ്ഞു. നിയമനം വന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ മാധ്യമപ്രവർത്തകരുടെ വേതന പരിഷ്കരണത്തിന്റെ സ്ഥിതി എന്താണ് എന്ന് പതിവ് പോലെ നമുക്കൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ജസ്റ്റിസ് മജീദിയ വേജ് ബോർഡ് ഒരുപക്ഷെ ഇത് ആവർത്തന വിരസതയായേക്കാം മാധ്യമപ്രവർത്തകർക്കും, ഇത് ഈ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട നേതാക്കൾക്കും. കാരണം ഒരു വേജ് ബോർഡ് നടപ്പാക്കിയെടുക്കാൻ മാധ്യമപ്രവർത്തകർ പെടുന്ന പാട് അത്
വേജ് ബോർഡ് സമയത്തിന് റിപ്പോർട്ട് സമർപ്പിക്കാനാകട്ടെ, പാർലമെന്റ് പാസ്സാക്കാനാകട്ടെ, ഒടുവിൽ സുപ്രീം കോടതിയിൽ നിയമയുദ്ധം നടത്തേണ്ടി വന്നിരിക്കുകയാണ് കേരള പത്രപ്രവർത്തക യൂണിയന്. അടുത്ത മാസം 1-ാം തീയതി, ഒക്ടോബർ 1-ാം തീയതി വീണ്ടും അന്തിമ വിചാരണയ്ക്കായി സുപ്രീം കോടതിയിൽ വേജ് ബോർഡ് സംബന്ധിച്ച കേസ് വരികയാണ്. ഇവിടെ ഒരു രാജ്യത്തെ ഗവൺമെന്റ് നിയമിച്ച ഒരു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഒരു കമ്മീഷൻ അത് കൃത്യമായ പഠനം നടത്തി തൊഴിൽ സാഹചര്യങ്ങളെക്കുറിച്ച്, ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച്, മാധ്യമപ്രവർത്തകരെക്കുറിച്ച് കൃത്യമായ സാഹചര്യം നടത്തി കൃത്യമായ ഒരു റിപ്പോർട്ട് നൽകിയപ്പോൾ അത് നടപ്പാക്കാനാവുന്നില്ല ഈ രാജ്യത്ത് എന്നുള്ള കാര്യം നമ്മുടെ രാജ്യത്തെ തൊഴിൽ സാഹചര്യങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കും. ഒപ്പം ഈ വിഷയം ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, പ്രത്യേകിച്ച് കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോൾ. പക്ഷെ എന്നാൽ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അപ്പോൾ തന്നെ ലേബർ കമ്മീഷണറെ വിളിച്ച് ലേബർ കമ്മീഷണറോട് അതിൽ ഇടപെടാൻ പറയുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരം പരാതികൾ ഇല്ല. കേരള പത്രപ്രവർത്തക യൂണിയന്റെ കഴിഞ്ഞ 4 വർഷത്തെ സാരഥി എന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പത്രപ്രവർത്തക യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ധനമന്ത്രിയും അംഗീകരിച്ച് തന്നിട്ടുണ്ട്. അവരോടുള്ള നന്ദി രേഖപ്പെടുത്താൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കാതിരുന്നാൽ അത് ശരിയാവില്ല. കാരണം നമുക്കറിയാം, 7,000 രൂപ പെൻഷൻ കഴിഞ്ഞ ബജറ്റിൽ മാണിസാർ പ്രഖ്യാപിച്ചു. 7,000 രൂപ പത്രപ്രവർത്തകർക്ക് സർക്കാർ പെൻഷൻ നൽകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. ഇന്നലെ പത്രപ്രവർത്തകരുടെ സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ ചെന്നൈയിൽ നിന്നുള്ള പ്രതിനിധി പറഞ്ഞു, തമിഴ്നാട്ടിൽ പെൻഷൻ കൊടുക്കുന്നുണ്ട് 5,000 രൂപ. തമിഴ്നാട്ടിൽ 5,000 രൂപ പെൻഷൻ ജയലളിത സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു തമിഴ്നാട്ടിൽ 5,000-ആയി പെൻഷൻ ഉയർത്തി കേരളത്തിലും ഉയർത്തണം. പക്ഷെ തമിഴ്നാട്ടിൽ കൊടുക്കുന്നതിൻ്റെ 5,000 രൂപ പെൻഷൻ ഉണ്ടെങ്കിലും അത് എത്ര പേർക്ക് കിട്ടുന്നുണ്ട്, അതിനകത്തുള്ള പ്രയാസങ്ങൾ, അതിനകത്തുള്ള നിയമക്കുരുക്കുകളെല്ലാം ചെന്നൈയിൽ നിന്നുള്ള പ്രതിനിധി ഇന്നലെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ പത്രപ്രവർത്തനം നടത്തി വിരമിക്കുന്ന അല്ലെങ്കിൽ തന്റേതല്ലാത്ത കാരണങ്ങളാൽ പത്രപ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരുന്ന എല്ലാവർക്കും പെൻഷൻ പ്രഖ്യാപിക്കുക, 7,000 രൂപയായി ഉയർത്തുക, ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ധനമന്ത്രി പ്രത്യേകമായും മുൻകൈയെടുത്ത് ചെയ്തതിന് ഇപ്പോൾ ഈ പത്രപ്രവർത്തക സമൂഹം അത് കാണാതെ പോകാൻ കഴിയില്ല. എന്നാൽ ഇതിനുള്ള ബഹുമാനപ്പെട്ട മാണിസാറിനോടുകൂടി ഒരു അഭ്യർത്ഥനയുണ്ട്, ഇതിനുള്ള ഫണ്ട് കണ്ടെത്താൻ അടുത്ത ബജറ്റിൽ സാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ്. കാരണം 7,000 രൂപ പെൻഷൻ വരുമ്പോൾ അതിനുള്ള ഫണ്ട് ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. ബജറ്റ് വിഹിതം വർദ്ധിപ്പിച്ചില്ലെങ്കിൽ പലപ്പോഴും മുടങ്ങിപ്പോകും. പലപ്പോഴും ഇപ്പോൾ പെൻഷൻ വൈകിയാണ് കിട്ടുന്നത്. അപ്പോൾ അത് കൃത്യമായി കിട്ടാൻ വേണ്ടി ബജറ്റ് വിഹിതത്തിൽ ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രദ്ധ കൂടി ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുകൂടി അദ്ദേഹത്തിന് നന്ദി പറയുന്നതോടൊപ്പം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ സി ജോസഫ് അവർ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയാണ്. പത്രപ്രവർത്തകരുടെയും പത്രപ്രവർത്തക യൂണിയന്റെയും പ്രശ്നങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ അദ്ദേഹം എപ്പോൾ വിളിച്ചാലും ഏത് പാദയാത്രയ്ക്ക് വിളിച്ചാലും എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ആളാണ്. അദ്ദേഹം പത്രപ്രവർത്തക യൂണിയനെ സംബന്ധിച്ച് അദ്ദേഹം മന്ത്രിയായിരിക്കുന്നത് വലിയൊരു നേട്ടമാണെന്ന് തന്നെ പറയാതിരിക്കാൻ വയ്യ. ആഭ്യന്തര വകുപ്പ് എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നതാണ്. പോലീസും പത്രപ്രവർത്തകരും തമ്മിലുള്ള പ്രശ്നങ്ങൾ എപ്പോഴും പത്രപ്രവർത്തക യൂണിയൻ തന്നെ ഏറ്റവും വലിയ തലവേദനയാണ്. എന്നാൽ അടുത്ത കാലത്തായി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഇടപെട്ടിട്ടുണ്ട്, അത് തീർത്തിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അതിന് ആഭ്യന്തരമന്ത്രിക്കും ആ ഇടപെടലിന് നന്ദി പറയണം. എന്നാൽ പോലീസ് മീഡിയ റിലേഷൻസ് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കണം എന്ന ആവശ്യം ഇപ്പോഴും നടപ്പാക്കിയിട്ടില്ല. അതിൽ ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധ ഉണ്ടാകണമെന്നുകൂടി അഭ്യർത്ഥിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇവിടെ പ്രധാനമായി ഒരു കാര്യം, ഈ സർക്കാർ ഇത്രയധികം അനുഭാവപൂർണമായി കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടും കേരള പത്രപ്രവർത്തക യൂണിയനോടും പെരുമാറിയപ്പോൾ ഞങ്ങൾക്കൊരു പരാതിയുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അത് തൊഴിൽ വകുപ്പിനെ കുറിച്ചാണ്. തൊഴിൽ വകുപ്പ് വേണ്ടത്ര നല്ല രീതിയിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. പല പ്രാവശ്യം തൊഴിൽ വകുപ്പിൽ ലേബർ കമ്മീഷണർ ഉൾപ്പെടെ ഉള്ള ആൾക്കാരുടെ അടുത്ത്, മേധാവികളുടെ അടുത്ത് പല പ്രശ്നങ്ങളും പത്രപ്രവർത്തക യൂണിയൻ ഉന്നയിച്ചെങ്കിലും അതിനൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഒരു അന്വേഷണവും ഉണ്ടായിട്ടില്ല. ഉദാഹരണത്തിന് സിറാജ് പത്രത്തിലെ പ്രശ്നം ബഹുമാനപ്പെട്ട തൊഴിൽ മന്ത്രിയെ നേരിട്ട് കണ്ട് ഞങ്ങളെല്ലാം അറിയിച്ചതാണ്. ഒരു കത്തിടപാട് പോലും, ഒരു നടപടി പോലും തൊഴിൽ വകുപ്പിൽ നിന്നുണ്ടായിട്ടില്ല. കേരളത്തിലെ ഇലക്ട്രോണിക് മീഡിയയുടെ പ്രശ്നമാണ് കേരളത്തിൽ ഈ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനമായി കേരള മന്ത്രിസഭയുടെ മുമ്പിൽ, കേരള മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. കേരളത്തിൽ നിന്ന് ജോലി ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുടെ തൊഴിൽ സാഹചര്യങ്ങൾ പഠിക്കാൻ പോലും തൊഴിൽ വകുപ്പ് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ തൊഴിൽ വകുപ്പ് ജാഗ്രത കാണിക്കുമ്പോൾ കേരളത്തിലെ ഇലക്ട്രോണിക് മീഡിയയിൽ ജോലി ചെയ്യുന്നവരുടെ സ്ഥിതി എന്താണ്?
ഈ മുഖ്യമന്ത്രിക്കോ ഈ സർക്കാരിനോ അറിയാമോ എനിക്കറിയില്ല. തൊഴിൽ വകുപ്പിന് എന്തായാലും അറിയില്ല. അതുകൊണ്ട് തന്നെ തൊഴിൽ വകുപ്പിനെ കാത്തിരിക്കാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. 2000, 3000, 5000 രൂപയൊക്കെ ശമ്പളം വാങ്ങി രാപകൽ ക്യാമറയും തൂക്കി നിൽക്കേണ്ട അവസ്ഥയിലാണ് ഇലക്ട്രോണിക് മീഡിയയിലെ അംഗങ്ങൾ, മാധ്യമപ്രവർത്തകർ. കാരണം ഇലക്ട്രോണിക് മീഡിയയെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നു. ഇലക്ട്രോണിക് മീഡിയയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇലക്ട്രോണിക് മീഡിയയുടെ ആക്രമണം പലപ്പോഴും ഏറ്റുവാങ്ങുന്ന ഒരാളാണ്. അതിൽ വിമർശനങ്ങൾ ഉണ്ടാകാം. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ സി ജോസഫ് അദ്ദേഹം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുള്ള യോഗത്തിൽ പറഞ്ഞു, ചാനലുകളുടെ മത്സരത്തിൽ ക്രൂശിക്കപ്പെടുന്നത് സത്യമാണ്. സത്യം ക്രൂശിക്കപ്പെടുന്നു. സത്യം എവിടെ നിൽക്കുന്നു എന്ന് ആരും അന്വേഷിക്കുന്നില്ല നിങ്ങളുടെ ഈ മത്സര ഓട്ടത്തിൽ. ഇത് പത്രപ്രവർത്തനത്തെ എവിടെ എത്തിക്കും? ഇത് വിശ്വാസ്യത, പത്രപ്രവർത്തനത്തിന്റെ അടിസ്ഥാന മൂല്യം, അടിസ്ഥാന ഘടകമായ വിശ്വാസ്യത തകർന്നാൽ മാധ്യമങ്ങൾക്ക് നിലനിൽപ്പുണ്ടോ? കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ സമൂഹത്തിൽ മാധ്യമങ്ങളുടെ പ്രസക്തിയാണ് ഏറ്റവും ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണാത്ത പോലെ, ലോകത്തിൽ മറ്റൊരിടത്തും കാണാത്തതുപോലെ മാധ്യമങ്ങൾക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വലിയൊരു റോളുണ്ട്, വലിയൊരു പ്രസക്തിയുണ്ട്. അത് മാധ്യമങ്ങൾ, ഈ സമൂഹത്തിൽ മാധ്യമങ്ങൾക്കുള്ള വിശ്വാസ്യത കാരണമാണ്. ഇവിടെ ഇലക്ട്രോണിക് മീഡിയ സത്യത്തെ ക്രൂശിക്കുമ്പോൾ ഈ വിശ്വാസ്യതയാണ് തകരുന്നത്. അതിനെതിരെ നിങ്ങൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഇതിന്റെ കുഴപ്പം മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും തന്നെയാണെന്ന് ശ്രീ കെ സി ജോസഫ് അവകാശപ്പെട്ടു. അപ്പോൾ എനിക്ക് ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ ഏതാണ്ട് ഒരു ഭരണകൂടം തന്നെ ഇവിടെ ഉള്ളതുകൊണ്ട് പറയുകയാണ്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇലക്ട്രോണിക് മീഡിയയുടെ പ്രവർത്തനങ്ങളിൽ ചിലപ്പോഴൊക്കെ പാകപ്പിഴകൾ ഉണ്ടാകാം, പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളിൽ ചിലപ്പോഴൊക്കെ പാകപ്പിഴകൾ ഉണ്ടാകാം, ചിലപ്പോൾ സത്യം ക്രൂശിക്കപ്പെട്ടേക്കാം. പക്ഷേ അതിൽ കുറ്റവാളി ഇലക്ട്രോണിക് മീഡിയയിലെ മാധ്യമപ്രവർത്തകരല്ല, ഇലക്ട്രോണിക് മീഡിയയുടെ ഉടമകളാണ്. മത്സരം, ലാഭത്തിന് വേണ്ടിയുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ഈ കൊച്ചു കേരളത്തിൽ താങ്ങാവുന്നതിലേറെ ചാനലുകളുണ്ട്. ചാനലുകൾ ഓരോ ദിവസവും പൊട്ടിമുളയ്ക്കുന്നു. ഇവിടെ ഈ ചാനലുകൾക്ക്, ഇത്രയും ചാനലുകൾക്ക് നിലനിൽക്കാനുള്ള അവസ്ഥയുണ്ടോ? ഇവിടെ പുതിയ ടാം റേറ്റിംഗ് എന്നൊരു പുതിയ കാര്യം കൂടി വന്നിട്ടുണ്ട്. 1 മണിക്കൂറിൽ കാണിക്കാവുന്ന പരസ്യങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുന്ന ട്രായിയുടെ നിയമം. ഇതുകൂടി വന്നു കഴിയുമ്പോൾ മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ ചാനലുകൾക്ക്, ഇലക്ട്രോണിക് മീഡിയയ്ക്ക് കഴിയുന്നില്ല. കൂടുതൽ പരസ്യം കിട്ടുന്നവർക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ. പരസ്യങ്ങൾ കൂടുതൽ കിട്ടും. മണിക്കൂറിൽ കാണിക്കുന്ന പരസ്യങ്ങളുടെ എണ്ണം കുറയുമ്പോൾ പരസ്യങ്ങളുടെ റേറ്റ് കൂട്ടാൻ അവരെല്ലാം നിർബന്ധിതരാകും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ചാനലുകൾക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ, അല്ലെങ്കിൽ ചാനലുകൾ അടച്ചു പൂട്ടേണ്ടി വരും. ഏറ്റവും കൂടുതൽ ആളുകൾ കാണണമെങ്കിൽ വാർത്താ ചാനലുകൾ ഒരു തരത്തിൽ എന്റർടൈൻമെന്റ് ചാനലുകളായി മാറണം. എന്റർടൈൻമെന്റ് ചാനലുകളായി വാർത്താ ചാനലുകൾ കേരളത്തിൽ മാറിക്കഴിഞ്ഞു. രാവിലെ 10 മണിക്ക് കാഴ്ചക്കാരെ അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ എന്റർടൈൻ ചെയ്യണം. ഒരു ബ്രേക്കിംഗ് ന്യൂസ് എങ്കിലും വേണം. അത് മുഖ്യമന്ത്രിക്കെതിരെ ആകട്ടെ, ആഭ്യന്തരമന്ത്രിക്കെതിരെ ആകട്ടെ, പ്രതിപക്ഷ നേതാവിനെതിരെ ആകട്ടെ, CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ആകട്ടെ, ബ്രേക്കിംഗ് ന്യൂസ് വേണം. ഇന്ന് ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തില്ലെങ്കിൽ ആ റിപ്പോർട്ടർ നാളെ ആ ചാനലിൽ ഉണ്ടാവില്ല. ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കും, അതിൽ സത്യം ക്രൂശിക്കപ്പെടും. ചില പൊതുപ്രവർത്തകരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ഒക്കെ ഉൾപ്പെടെയുള്ളവർ ക്രൂശിക്കപ്പെടും. ഇവിടെ മാധ്യമ പ്രവർത്തകരുടെ തൊഴിൽ സാഹചര്യവും ജീവിത നിലവാരവും ഇലക്ട്രോണിക് മീഡിയയിലുള്ള മാധ്യമപ്രവർത്തകരുടെ ഉയർന്നില്ലെങ്കിൽ ഈ സത്യം ക്രൂശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് ഉയർത്തേണ്ട പ്രധാനപ്പെട്ട ചുമതല സർക്കാരിനാണ്, കേരള സർക്കാരിനാണ്, കേരള സർക്കാരിന്റെ തൊഴിൽ വകുപ്പിനാണ്. ഇവിടെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്, ഇലക്ട്രോണിക് മീഡിയയിലെ തൊഴിൽ സാഹചര്യം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ, അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയോഗിക്കണം. അതിന്റെ റിപ്പോർട്ട് അനുസരിച്ച് നടപടികൾ എടുക്കണം. മിനിമം കൂലി, മിനിമം തൊഴിൽ സാഹചര്യം, തൊഴിൽ സമയം, ഇത്തരം കാര്യങ്ങളിൽ ക്ലിപ്തത വരുത്തണം. ഈ സർക്കാർ അതിൽ ഇടപെടണം. ഇല്ലെങ്കിൽ ഈ സത്യം ക്രൂശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതുപോലെ തന്നെ ഇതിന് മറ്റൊരു കാരണം വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ട്, ഇന്ത്യയിൽ നിലനിൽക്കുന്ന മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചുള്ള തൊഴിൽ നിയമമായ വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ട്, ഇത് ഭേദഗതി ചെയ്യണമെന്ന് പല പ്രാവശ്യം കേരള പത്രപ്രവർത്തകർ ഉൾപ്പെടെയുള്ള സംഘടനകൾ രാജ്യത്തുടനീളം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്നുവരെയും അതിനുള്ള യാതൊരു നടപടികളും കേന്ദ്ര ഗവൺമെന്റ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. കാരണം പ്രിന്റ് മീഡിയയ്ക്ക് മാത്രമായി വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ട് നിലനിൽക്കുന്നതിനാൽ ഇലക്ട്രോണിക് മീഡിയയിൽ ജോലി ചെയ്യുന്നവർ ഷോപ്പ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആക്ടിന്റെ പരിധിയിലാണ് പെടുന്നത്. അവർക്ക് മാധ്യമപ്രവർത്തകർക്ക് ബാധകമായ ഒരു തൊഴിൽ നിയമങ്ങളും ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് ഇലക്ട്രോണിക് മീഡിയയിൽ കാണുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ജസ്റ്റിസ് മജീരിയ വെച്ച് ബോർഡ് പാർലമെന്റ് പാസ്സാക്കാതിരുന്ന ഘട്ടത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ഈ വിഷയം ഉന്നയിച്ചത്, ഈ വിഷയം ആവശ്യപ്പെട്ടത് കേരള മുഖ്യമന്ത്രിയാണ്. അതേ കേരള മുഖ്യമന്ത്രിയോട് കേരള പത്രപ്രവർത്തകരുടെ യൂണിയന്റെ പേരിൽ ഇവിടെ ഞാൻ ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുകയാണ്, വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ട് ഭേദഗതി ചെയ്ത് ഇലക്ട്രോണിക് മീഡിയയിലെ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിനോട് കേരള ഗവൺമെന്റ് ഔദ്യോഗികമായി ആവശ്യപ്പെടണം. ഈ 2 പ്രധാന പ്രശ്നങ്ങൾ മാത്രമല്ല, ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ട്. തൊഴിൽ സാഹചര്യങ്ങൾക്ക് വേണ്ടി, സാമാന്യ നീതിക്ക് വേണ്ടി
സമരരംഗത്തിറങ്ങുന്നവർ, ഇന്ന് കേരളത്തിൽ പത്രപ്രവർത്തക യൂണിയന്റെ പേരിലും മറ്റുള്ളവരുടെ പേരിലും സമരരംഗത്തിറങ്ങുന്നവർ നാളെ മുഖ്യമന്ത്രിയുടെയോ ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെയോ മുന്നിൽ അവർക്ക് ചിരപരിചിതമായ മുഖങ്ങൾ കാണാതെ പോകുന്നു. നാളെ അവർ കൊഹിമയിലോ അഗർത്തലയിലോ ലക്നൌവിലോ ഒക്കെ ആയിരിക്കും ജോലി ചെയ്യുന്നത്. ഇതിനെതിരെ എന്ത് ചെയ്യാൻ തൊഴിലുവകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി ആലോചിക്കണം. ഈ ഇലക്ട്രോണിക് മീഡിയയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ തന്നെ കേരളത്തിൽ സ്റ്റാൻഡിംഗ് ഓർഡർ, മോഡൽ സ്റ്റാൻഡിംഗ് ഓർഡറിന് വിരുദ്ധമായി ലംഘിച്ചുകൊണ്ട് നടത്തുന്ന, കേരളത്തിന് പുറത്തേക്ക് നടത്തുന്ന സ്ഥലമാറ്റങ്ങൾ തടയാൻ തൊഴിൽ വകുപ്പ് ഇടപെട്ടേ മതിയാവും. ആ ഒരു വിഷയം കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനായി ആദരണീയനായ മുഖ്യമന്ത്രിയെ ക്ഷണിക്കുകയാണ്. നന്ദി, നമസ്കാരം. പ്രസിഡന്റ് ശ്രീ KC രാജഗോപാൽ, പ്രിയപ്പെട്ട ശ്രീ KM മാണി സാർ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ KC ജോസഫ്, ശ്രീ ആൻഡോ ആൻ്റണി MP, ശ്രീ PT തോമസ് MP, ശ്രീ ജോയി എബ്രഹാം MP, ശ്രീ CF തോമസ് സാർ MLA, ശ്രീ മോൻസ് ജോസഫ് MLA, ശ്രീ ഫിൽസൺ മാത്യൂസ്, മുനിസിപ്പൽ ചെയർമാൻ ശ്രീ MP സന്തോഷ് കുമാർ, ശ്രീ S മനോജ്, ശ്രീ മനോഹരൻ മോറായി, വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ്റെ മറ്റ് ഭാരവാഹികളെ, ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം ഭാരവാഹികളെ, മറ്റ് സുഹൃത്തുക്കളെ, ഈ സമ്മേളനത്തിലെ സംസ്ഥാന സമ്മേളനത്തിലെ പ്രതിനിധികളെ, സുഹൃത്തുക്കളെ, കേരള വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ്റെ 51ാമത് സംസ്ഥാന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ ഈ സമ്മേളനത്തിൽ ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഞാൻ ആ ക്ഷണം സ്വീകരിച്ചു. പ്രത്യേകിച്ച് കോട്ടയത്തും ശനിയാഴ്ചയുമായതുകൊണ്ട് വളരെ സൗകര്യപൂർവ്വം പങ്കെടുക്കാം എന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ വളരെ പെട്ടെന്നുണ്ടായ ഒരു അത്യാഹിതം, എൻ്റെ ഏറ്റവും അടുത്ത ഒരു സഹപ്രവർത്തകൻ ശ്രീ MS റാവുത്ത് മരിച്ചു. അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഇന്ന് 12 മണിക്ക് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു, എനിക്ക് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ഒക്കില്ല, അതുകൊണ്ട് ഞാൻ പങ്കെടുത്തെത്താം, 12 മണി എന്നുള്ളത് 1 മണിയാക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഞാനിവിടെ കൃത്യസമയത്ത് വന്നതിനെക്കുറിച്ച് ശ്രീ രാജഗോപാൽ പറഞ്ഞു. കൃത്യസമയത്ത് വന്നത് ഇങ്ങനെയൊരു പ്രത്യേക സാഹചര്യം ഉള്ളതുകൊണ്ട്, അതല്ലാതെ എല്ലാ പ്രാവശ്യവും ഞാൻ അങ്ങനെ കൃത്യസമയത്തെത്തും എന്ന് പ്രതീക്ഷിക്കരുത്. ഇന്നൽപ്പം നേരത്തെ പോകേണ്ട സാഹചര്യം വന്ന സാഹചര്യത്തിലാണ്. കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസത്തിൻ്റെ ഈ യൂണിയൻ്റെ സമ്മേളനം നടക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യത്തിൽ അഭിമാനിക്കാം. ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഒരു സംഘടനയ്ക്കും ലഭിക്കാത്ത ഒരു അംഗീകാരമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സുവർണ ജൂബിലിയുടെ ഉദ്ഘാടനം ഇന്ത്യയുടെ പ്രധാനമന്ത്രി, സമാപനം ഇന്ത്യയുടെ രാഷ്ട്രപതി. ഇതുപോലൊരു അംഗീകാരം കേരളത്തിൽ ഏതായാലും ഒരു സംഘടനയ്ക്കും കിട്ടിയിട്ടില്ല, ഇന്ത്യയിൽ പോലും കിട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. പത്രപ്രവർത്തന രംഗത്ത് കേരളത്തിനൊരു പ്രത്യേകതയാണ്. ആ പ്രത്യേകത പാരമ്പര്യം കൊണ്ടും മാധ്യമങ്ങളുടെ എണ്ണം കൊണ്ടും മാധ്യമങ്ങൾക്ക് സമൂഹത്തിൽ കിട്ടുന്ന അംഗീകാരം കൊണ്ടുമെല്ലാം നേടിയിട്ടുള്ള പ്രത്യേകതയാണ്. നൂറ്റാണ്ട് പിന്നിട്ട 3 മാധ്യമങ്ങൾ, നിരവധി പത്രങ്ങൾ, മറ്റ് ആഴ്ചപ്പതിപ്പുകൾ, വീക്കിലികൾ, നിരവധി ചാനലുകൾ എല്ലാം ഉണ്ട്. കേരളം മാധ്യമരംഗം സമ്പൽ സമൃദ്ധമാണ്. അതുപോലെ പൊതുസമൂഹത്തിൻ്റെ അംഗീകാരം അത് നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങൾ കൊണ്ടാകാം, നമ്മുടെ ആ പരമ്പരാഗതമായിട്ടുള്ള ജീവിത പ്രവർത്തന ശൈലി കൊണ്ടാകാം.
നമ്മുടെ സമൂഹത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ അംഗീകാരം. മാധ്യമങ്ങളിൽ വരുന്ന ഓരോ വാക്കും ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് വലിയൊരു വിഭാഗം. അതുകൊണ്ട് തന്നെ മാധ്യമരംഗത്തെ പ്രവർത്തകരുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വിസ്മരിക്കരുത്. വിശ്വസനീയത അത് കാത്തു സൂക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം, ബാധ്യത നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായി. മാധ്യമങ്ങൾ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ അതിനുള്ള സ്ഥാനം വളരെ വലുതാണ്. അത് യഥാർത്ഥത്തിൽ ഒരു തിരുത്തൽ ശക്തിയാണ്. ഇവിടെ ചോദ്യം ചെയ്യാൻ, തെറ്റ് ചെയ്താൽ ചോദ്യം ചെയ്യാൻ ഇവിടെ ആളുണ്ട് എന്ന് വരുന്നത് നിശ്ചയമായും ജനാധിപത്യത്തിന് ശക്തി കൂടുമെന്നുള്ള വിശ്വാസമായിരിക്കുള്ളൂ. കാരണം ജനാധിപത്യത്തിൻ്റെ പ്രസക്തി എവിടെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്? ജനാധിപത്യത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്ക്, പട്ടാള ഭരണത്തിലേക്ക് നീങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെ ഒക്കെ ചരിത്രം എടുത്തു നോക്ക്. അത് ജനാധിപത്യത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടത് വിശ്വസനീയത ചോർന്നുപോയപ്പോഴാണ്. അധികാരത്തിലെത്തിയവരെ കുറിച്ച്, ജനപ്രതിനിധികളെ കുറിച്ച് ഒക്കെ വിശ്വാസം നഷ്ടപ്പെട്ടപ്പോഴാണ് അവിടെ ജനാധിപത്യത്തിന് കോട്ടം സംഭവിച്ചത്. അപ്പോൾ ജനാധിപത്യത്തിന് ശക്തി വിശ്വസനീയതയാണ്. ആ വിശ്വസനീയത കാത്തു സൂക്ഷിക്കുന്നതിൽ വലിയ സംഭാവനയാണ് മാധ്യമങ്ങൾ നിറവേറ്റിട്ടുള്ളത്, നിറവേറ്റുന്നത്. അപ്പോൾ മാധ്യമ പ്രവർത്തകരുടെ ആ വലിയ ബാധ്യത, സത്യത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വമാണ് മാധ്യമ പ്രവർത്തകർക്ക്. അത് ആ മാധ്യമ പ്രവർത്തകരെ മാത്രമല്ല, ആ മാധ്യമത്തെ മാത്രമല്ല, നമ്മുടെ സമൂഹത്തെയും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയെയും ശക്തിപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സഹിഷ്ണുത. വിമർശനങ്ങളെയും എതിർപ്പുകളെയും സഹിഷ്ണുതയോടുകൂടി സ്വീകരിക്കാൻ ജനാധിപത്യത്തിൽ പങ്കാളികളാകുന്ന ഭരണത്തിലിരിക്കുന്നവരും ജനപ്രതിനിധികളായിട്ടുള്ളവരും തയ്യാറാകണം. ആ സഹിഷ്ണുത നമ്മൾ പാലിക്കണം. ആ സഹിഷ്ണുത നഷ്ടപ്പെടുമ്പോഴാണ് മാധ്യമങ്ങൾക്കെതിരെ, മാധ്യമ പ്രവർത്തകർക്കെതിരെയൊക്കെ ഉള്ള പല എതിർപ്പുകളും തെറ്റായ കടന്നുകയറ്റവും ഒക്കെ ഉണ്ടാകും. അതിനോടൊരു വിധത്തിൽ യോജിക്കാൻ നിർത്തി. ആ കാര്യത്തിൽ, മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ ഉന്നതമായ നിലവാരം, ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഞാൻ വിസ്മരിച്ചുകൊണ്ടല്ല. പക്ഷേ പൊതുവെ എടുക്കുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിലും ഉന്നതമായ ഒരു സ്ഥാനം നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ, അഭിമാനപൂർവമായ ഒരു സ്ഥാനം ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് സാധിക്കും എന്നത് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയാനായിട്ട് ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ മാധ്യമരംഗത്തെ ഗുണങ്ങളും പോരായ്മകളും, ഏറ്റവും വലിയ ഗുണമായി ഞാൻ കാണുന്നത് വിഭാഗീയതയ്ക്കെതിരായി കേരളത്തിലെ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത് മതേതരത്വം, സമുദായ സൗഹാർദ്ദമാണ്. അതിനൊരു പോറലേറ്റാൽ നമ്മുടെ രാജ്യം അല്ലാതെയായിട്ട് എത്രയോ അനുഭവങ്ങൾ. കാരണം നമ്മുടെ രാജ്യം ഇന്ന് നേടിയിട്ടുള്ള ഈ മതേതരത്വവും സമുദായ സൗഹാർദ്ദവും ഒക്കെ ഇന്ത്യയുടെ ഭരണഘടന വന്നതിന് ശേഷം ഉണ്ടായതല്ല.
ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നോട്ട് പോകുമ്പോഴും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സമുദായ സൗഹാർദ്ദത്തിന്റെ ആ നല്ല അധ്യായങ്ങളാണ്. എന്താ അത് നിയമം കൊണ്ടുണ്ടാക്കിയതാണോ? അല്ല, ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. മറ്റുള്ളവരെ അംഗീകരിക്കാൻ, മറ്റുള്ളവരെ മാനിക്കാൻ, മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ നിന്ദിക്കാതിരിക്കാനുള്ള ആ ഒരു മഹാമനസ്കത, അത് അധികാരികൾ അടിച്ച് ഏൽപ്പിച്ചതോ നിയമം കൊണ്ട് ഏർപ്പെടുത്തിയതോ ആയിട്ടുള്ള ഒന്നല്ല. അതൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ ശക്തിയായി എന്നും നിൽക്കേണ്ട സംഗതിയാണ്. ഭാരതം ഏത് കാലഘട്ടത്തിലും മതേതരത്വത്തിന്റെ ഒരു മനുഷ്യ പ്രാണവായു പോലെയാണ് നമ്മുടെ രാജ്യത്തിന് മതേതരത്വം. ആ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ സമുദായ സൗഹാർദ്ദം ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആ കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളും ആ കാര്യത്തിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഉന്നതമായ മാനദണ്ഡം നമുക്ക് എടുത്തു പറയാതിരിക്കാൻ സാധ്യമല്ല. കാരണം അത്ര ഒരു അനുകരണീയമായ മാതൃകാപരമായിട്ടുള്ള സമീപനമാണ്. അത് എല്ലാ കാലത്തും അത് പിന്തുടരും എന്നും എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് മാധ്യമങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ പരാതി, നമ്മുടെ നാടിൻ്റെ വികസന കാര്യങ്ങളിൽ കുറെ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ? അത് സ്വയം എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം കേരളം പോലെ വളരാനും വികസിക്കാനും ഉന്നതിയിലെത്താനും സാധ്യതയുള്ള ഒരു സംസ്ഥാനവും ഇന്ത്യയിൽ ലോകത്തെവിടെയും ഉള്ളതിനേക്കാൾ അനുകൂല ഘടകങ്ങളാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത്. നമ്മുടെ സാധ്യതകളും അവസരങ്ങളും വളരെ വലുതാണ്. പക്ഷേ നമ്മൾ വിവാദങ്ങളിലും തർക്കങ്ങളിലും സമരങ്ങളിലും മുദ്രാവാക്യങ്ങളിലും ഒക്കെ കെട്ടിപ്പണഞ്ഞ് പലപ്പോഴും നമ്മുടെ സാധ്യതകൾ നമുക്ക് നഷ്ടപ്പെടേണ്ടി വന്നു. മറ്റു സംസ്ഥാനക്കാർ, മറ്റു രാജ്യക്കാർ കേരളത്തിലെ ജനങ്ങളുടെ കഴിവ് അംഗീകരിച്ചത് കൊണ്ടാണ് നമുക്ക് ആ രംഗത്ത് പല തിരിച്ചടികൾ വികസന രംഗത്തുണ്ടായിട്ടും നമുക്ക് അനുഭവപ്പെടാതിരുന്നു. നമ്മൾ തിരിച്ചറിയാത്ത നമ്മളുടെ ആളുകളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞത് മറ്റു സംസ്ഥാനത്തുള്ളവരാണ്, മറ്റു രാജ്യത്തുള്ളവരാണ്. ഞാൻ വിദേശ രാജ്യങ്ങളിൽ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച്, സഹോദരിമാരെക്കുറിച്ച് കേൾക്കുന്നത് അഭിമാനകരമായ കാര്യങ്ങളാണ്. അവരുടെ സത്യസന്ധതയെക്കുറിച്ച്, അവരുടെ കാര്യക്ഷമതയെക്കുറിച്ച്, ആത്മാർത്ഥതയെക്കുറിച്ച് എല്ലാം പ്രശംസനീയമായ രീതിയിൽ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം അഭിമാനമുണ്ട്. പക്ഷേ നമുക്കത്രയും തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ കഴിവുകളും നമ്മുടെ സാധ്യതകളും പ്രയോജനപ്പെടുത്താൻ സാധിച്ചാൽ ഇവരൊന്നും കേരളത്തിന് പുറത്തേക്ക് പോകേണ്ടതില്ല. നമുക്കിവിടെ തന്നെ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഇന്ന് ഗവൺമെന്റ് ഒരു വെല്ലുവിളി പോലെ ഏറ്റെടുക്കുന്നത് ഇവിടെയുള്ള നമ്മുടെ ചെറുപ്പക്കാരുടെ കഴിവുകൾ ഇനി കേരളത്തിന് പുറത്തേക്ക് പോകേണ്ടതല്ല, ഈ കേരളത്തിനുള്ളിൽ തന്നെ അവരുടെ സേവനങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. ആവശ്യമെങ്കിൽ ഇന്ന് പുറത്തേക്ക് പോയവരെ കൂടി തിരിച്ചു വിളിക്കാൻ സാധിക്കത്തക്ക വിധത്തിൽ നമുക്ക് നമ്മുടെ കഴിവുകൾ വിനിയോഗിക്കണം. നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത നോക്കിയാൽ IT രംഗത്ത് ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് വരേണ്ടത് കേരളം. പക്ഷേ 1-ാം സ്ഥാനത്ത് വന്ന കർണാടക. 77,000 കോടി രൂപയുടെ IT എക്സ്പോർട്ട് 1-ാം സ്ഥാനത്തുള്ള കർണാടകം നടത്തിയപ്പോൾ 1-ാം സ്ഥാനത്ത് വരാൻ എല്ലാം കൊണ്ടും അർഹതയുണ്ടായിരുന്ന നമ്മൾ എത്തിയത് 4,300 കോടിയിലാണ്. ആ സ്ഥാനത്ത് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച പ്രത്യേക കമ്മിറ്റി
അവർ നിശ്ചയിച്ച മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിയപ്പോൾ ഇന്നത്തെ IT രംഗത്തെ വളർച്ച നോക്കുമ്പോൾ ഇന്ത്യയിൽ 1ാം സ്ഥാനത്തേക്ക് കേരളം വന്നിരിക്കുന്നു. ആകെക്കൂടിയുള്ള വികസന രംഗത്ത് ഇന്ത്യയിൽ 2ാമത്, ഗോവ 1ാമത്, കേരളം 2ാമത്. IT രംഗത്ത് കേരളം 1ാം സ്ഥാനത്ത്. ഇത് ഒരു നിസ്സാര കാര്യമായി ഞാൻ കാണുന്നില്ല, ഒരു വലിയ കാര്യമായിട്ടും കാണണ്ട. നമുക്കൊരു സൂചന മാത്രം. നമ്മൾ ശ്രമിച്ചാൽ, നമ്മൾ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചാൽ, നമ്മൾ കഠിനാധ്വാനത്തിന് തയ്യാറാണെങ്കിൽ നമ്മുടെ സാധ്യതകളും അവസരങ്ങളും പ്രയോജനപ്പെടുത്തി നമുക്ക് ഇന്ത്യയിൽ 1ാം സ്ഥാനത്തെത്താൻ പറ്റും. ലോകത്ത് തന്നെ നമ്മളെ വെല്ലാൻ മറ്റ് ഒരു ശക്തിക്കും സാധിക്കില്ല എന്നുള്ളത്. ആ രംഗത്ത് മാധ്യമങ്ങൾ വികസനപരമായ കാര്യങ്ങളിൽ ആവശ്യമായ ആ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടതല്ലേ? ആ കാര്യത്തിൽ ഞാൻ വേണ്ടത്ര സപ്പോർട്ട് വികസന മേഖലകളിൽ, തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം, അഴിമതി ഉണ്ടെങ്കിൽ ശക്തമായി എതിർക്കണം. പക്ഷേ നമുക്ക് വികസന രംഗത്ത് നമുക്ക് വളർച്ചയിലേക്ക് പോകണം. ആ നിലയ്ക്ക് ഉള്ള മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങൾ ആ നിലയ്ക്കൂടി ആകണം. അത് മാത്രമാണ് എനിക്ക് മാധ്യമങ്ങളെക്കുറിച്ചുള്ള ചെറിയ ഒരു നിർദ്ദേശം. അതുകൂടി പരിഗണിക്കണം, അതുകൂടി കണക്കിലെടുക്കണം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. മഹാത്മജി പറഞ്ഞിട്ടുണ്ട്, ഒരു ഭരണകർത്താവ് ഏത് തീരുമാനമെടുക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുവന്റെ മുഖം കൂടി കണ്ടുകൊണ്ട് ആ തീരുമാനം എങ്ങനെ ആ പാവപ്പെട്ടവനെ, ആ ദരിദ്രനെ ബാധിക്കും എന്നുകൂടി എടുത്തു വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ അർത്ഥവത്തായ ഒരു കാര്യം. ഒരു ജനാധിപത്യ രാജ്യത്ത്, പ്രത്യേകിച്ച് പട്ടിണിയോടും ബുദ്ധിമുട്ടുകളോടും പടവെട്ടുന്ന ഒരു രാജ്യത്ത് നിശ്ചയമായും അത് ആവശ്യമായിട്ടുള്ളതാണ്. അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടെ നോക്കും, മാധ്യമ പ്രവർത്തകർ ഇതെങ്ങനെ എടുക്കും എന്നുകൂടി നോക്കും. ഇന്നലത്തെ ഒരു അനുഭവം മാത്രം ഞാൻ പറയുകയാണ്. നമ്മുടെ കൊച്ചിൻ സിയാലിലെ ജനറൽ ബോഡി യോഗമായി. കഴിഞ്ഞ ജനറൽ ബോഡി യോഗം തൊട്ട് അവിടുത്തെ ചെറുകിട ഷെയർ ഹോൾഡേഴ്സ് ഉന്നയിക്കുന്ന ഒരാവശ്യം, അവർക്ക് പുതിയ ഓഹരി എടുക്കുമ്പോൾ അവർക്കൊരു പ്രത്യേക പരിഗണന കൊടുക്കണം. പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൊടുത്താൽ വൻകിടക്കാർക്ക് വീണ്ടും കൂടുതൽ കിട്ടും. ഈ 100ഉം 200ഉം 500ഉം ഒക്കെ ഉള്ള ഷെയർ ഉള്ളവർക്ക് വളരെ കുറച്ചേ കിട്ടും. അതുകൊണ്ട് ഈ ചെറുകിടക്കാരെ സംരക്ഷിക്കുന്ന ഒരു വ്യവസ്ഥ. അപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പം ഒരാളും അനുകൂലിക്കുന്നില്ല, നിയമപരമായി നിൽക്കത്തില്ല, ഒരു വിധത്തിലും ഇതാവില്ല. ഇന്ന് വരെ ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രസിഡന്റ് ഇല്ല. പക്ഷേ 10,000-17,000 പേരുണ്ട്. അവരുടെ ഒരു ആഗ്രഹമാണ് എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ഒരു മാർഗം കണ്ടെത്തി എല്ലാവർക്കും 1:1 എന്നുള്ള നിലയിൽ കൊടുക്കുക. അത് 2000 കൊണ്ട് നിൽക്കും എന്ന് പറയുമ്പോൾ ഈ ചെറുകിടക്കാർക്കെല്ലാം 2000 വരെ ഓഹരി ഉള്ളവർക്കെല്ലാം അവർക്ക് എത്ര ഓഹരി ഉണ്ടോ അത്രയും, സബ്ജക്റ്റ് ടു എ മാക്സിമം ഓഫ് 2000. അപ്പം 1 കോടി ഷെയർ എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്, അവർക്കും 2000 കിട്ടത്തുള്ളൂ. 2000 ഷെയർ ഉള്ളവർക്ക് 2000 കിട്ടും, 100 ഉള്ളവർക്ക് 100 കിട്ടും. അത് ഇന്നലെ ഫൈനലൈസ് ചെയ്യാനായിട്ട് വെച്ചതാണ്. പക്ഷേ 2 പത്രങ്ങളിൽ വാർത്ത വന്നു, ഇതിനകത്ത് കുഴപ്പമുണ്ട്, ഇത് പ്രശ്നമാണ്. പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? വൻകിടക്കാർക്കെല്ലാം കുറച്ചേ കിട്ടത്തുള്ളൂ.
വൻകിടക്കാരുടെ പട്ടികയിലാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിന് 2000 കിട്ടത്തുള്ളൂ. 1 കോടി ഷെയറുള്ള വൻകിട ആളിനും 2000 കിട്ടത്തുള്ളൂ. പക്ഷേ 2000 ഉള്ള ചെറുകിടക്കാരന് 2000 കിട്ടും, 100 ഉള്ളവന് 100 കിട്ടും. ഇത് പ്രൊപ്പോർഷനേറ്റ് ആണെങ്കിൽ വൻകിടക്കാർക്ക് വളരെ കൂടുതൽ കിട്ടും. അതുകൊണ്ട് ഇന്നലെ ഞാൻ തന്നെ ജനറൽ ബോഡി പറഞ്ഞു, ഇങ്ങനൊരു വിമർശനം വന്നതുകൊണ്ട് ഓൾ പാർട്ടി യോഗം വിളിച്ചു കൂട്ടിയിട്ട് ഇനി തീരുമാനം എടുക്കുന്നുള്ളൂ, നിങ്ങൾ സഹകരിക്കണം. അതുകൊണ്ട് പ്രമേയം പിൻവലിച്ചു. കാരണം നമുക്ക് റിസൾട്ടാണ് ആവശ്യം. വിവാദങ്ങൾ ഉണ്ടാക്കി തർക്കങ്ങളിലേക്ക് പോകാതെ ഇതാവണം. അപ്പോൾ അതുകൊണ്ട് ഓൾ പാർട്ടി യോഗം വിളിച്ചു കൂട്ടി അവിടെ കൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് ഉദ്ദേശം, നല്ല ഉദ്ദേശമാണ്. ഗവൺമെന്റിന് അവിടെ ചെറിയൊരു നഷ്ടം വരും, വൻകിടക്കാർക്ക് നഷ്ടം വരും. നേട്ടം മുഴുവൻ ഈ 2000 ഷെയർ വരെയുള്ളവർക്കാണ് നേട്ടം. അപ്പം ആ ഒരു സമീപനം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഏത് തീരുമാനം എടുക്കുമ്പോഴും വിവാദങ്ങൾ കൂടി ഒഴിവാക്കി തീരുമാനങ്ങൾ എടുക്കണം എന്ന നിലയിലേക്ക് ഒരു ഇതാണ് പൊതുവെ സ്വീകരിക്കുന്നത്. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അടുത്ത കാലത്തുണ്ടായ ആ ഒരു വിവാദങ്ങൾ, തുടർച്ചയായിട്ടുള്ള വിവാദങ്ങൾ, 4 മാസമായി വിവാദങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങളിൽ 1% ശരിയാണെങ്കിൽ ഈ സ്ഥാനത്തിരിക്കാൻ ഞാൻ അർഹനല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അത് പലതും തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ, സത്യവുമായി ഒരു ബന്ധവുമില്ലാത്ത നിലയിൽ പലരും സംസാരിക്കുമ്പോൾ ഈ എല്ലാവരും പോകുന്ന വഴിക്ക് ഞങ്ങൾക്കും പോകാൻ സാധിക്കത്തുള്ളൂ എന്ന നിലപാട് എടുത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ രാജിവെക്കണം എന്ന ആവശ്യം പ്രതിപക്ഷത്തിൽ നിന്ന് തുടർച്ചയായിട്ടുണ്ടായിട്ടും അത് അംഗീകരിക്കാതിരിക്കുന്നത്. സത്യത്തോട് നീതി പുലർത്തണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. മറിച്ച് ഈ വന്നിട്ടുള്ള ആരോപണങ്ങളിൽ ഒരു ചെറിയ അംശം ശരിയാണെങ്കിൽ ഈ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പക്ഷേ തെറ്റായ ആക്ഷേപങ്ങൾ ബോധപൂർവമായി ആവർത്തിച്ചു കൊണ്ടിരുന്ന, അത് തുടങ്ങിയപ്പോഴുള്ളത് ഉൾപ്പെടെ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ വരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതുകൊണ്ട് മാധ്യമ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ജനാധിപത്യത്തിലുള്ള ശക്തി തെറ്റും ശരിയും തിരിച്ചറിയാനും അത് ജനങ്ങളെ അറിയിക്കാനും ആ രംഗത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുകയാണ്. ശ്രീ രാജഗോപാൽ ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഈ തൊഴിൽ വകുപ്പിനെ കുറിച്ച് പറഞ്ഞതിൽ എനിക്കൊരു ചെറിയ സംശയം. ഇത് സംസ്ഥാന തൊഴിൽ വകുപ്പിന് നേരിട്ടിടപെടാൻ പറ്റുമോ, അതോ കേന്ദ്ര തൊഴിൽ വകുപ്പല്ലേ നിങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഇവിടുത്തെ തൊഴിൽ പ്രശ്നമില്ല, വേജ് ബോർഡിന്റെ കാര്യമല്ല. ഇലക്ട്രോണിക് മീഡിയയുടെ കാര്യത്തിൽ ഇപ്പം കേരള പ്രസ് അക്കാദമി ഇപ്പം പ്രിന്റ് മീഡിയയെ മാത്രമേ പ്രതിനിധാനം ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ട് വിഷ്വൽ മീഡിയയെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തി കേരള മീഡിയ അക്കാദമി എന്ന് പുനർനിശ്ചയിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് അത് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരാവശ്യം ഉന്നയിച്ചത് വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ട് അമെൻഡ് ചെയ്ത് അതിനകത്ത് വിഷ്വൽ മീഡിയയെ കൂടി ഉൾപ്പെടുത്തണം എന്ന ആവശ്യം സംസ്ഥാന ഗവൺമെന്റ് മുമ്പോട്ട് വെക്കണം എന്നുള്ളതാണ്. അത് തത്വത്തിൽ അംഗീകരിക്കുന്നു. അടുത്ത ദിവസം മറ്റുള്ളവരുമായി സംസാരിച്ച് അതിനുള്ള റിക്വസ്റ്റ് നടത്തുന്നതാണ് എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നിങ്ങളുടെ വേജ് ബോർഡിന്റെ തുടക്കം മുതൽ അതും ഞങ്ങൾ അതിനെ സംബന്ധിച്ച് ഞാൻ വകുപ്പ് മന്ത്രിയായിട്ട് കൂടി ഒന്ന് ബന്ധപ്പെട്ടിട്ട് ആ കാര്യങ്ങൾ തീരുമാനിക്കും. ഏതായാലും കേരള മീഡിയ അക്കാദമിയിൽ നിന്ന് ആക്കി പോസ്റ്റ് അക്കാദമിയുടെ പേര് മാറ്റി അതിനകത്ത് വിഷ്വൽ മീഡിയത്തിൽ ഉൾപ്പെടുത്തുകയും ആക്ടിൽ അമെൻമെന്റ് വരുത്തണം എന്നുള്ളത് അത് കേന്ദ്ര ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. മറ്റ് ലേബർ ഡിപ്പാർട്ട്മെന്റിന് ഇടപെടാൻ സാധിക്കുന്ന പരിധി നിശ്ചയമായും ഇടപെട്ട്
അതിന് പരിഹാരം ഉണ്ടാക്കണം എന്നത് തൊഴിൽ വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ച് അതിന്മേലൊരു തീരുമാനം ഉണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് 50-ാം വാർഷികം അഭിമാനപൂർവ്വം പൂർത്തിയാക്കി 51 വയസ്സിലെത്തി നിൽക്കുന്ന 51-ാം വാർഷികത്തിലേക്ക് കടന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്ന ശ്രീ KM മാണി സാർ നാളത്തെ സ്വാതന്ത്ര്യ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായിരുന്നു. സോണിയാഗാന്ധി പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ് മാണി സാറിന് എത്തിയിരിക്കുന്നത്. മുഖ്യാതിഥിയിരിക്കുന്ന മാണി സാറിനെ വളരെ സ്നേഹത്തോടുകൂടി പ്രശംസാ പ്രമേയം ക്ഷണിച്ചു. ബഹുമാന്യനായ മുഖ്യമന്ത്രി, പ്രിയമുള്ള ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ MP സന്തോഷ് കുമാർ ചെയർമാൻ, ശ്രീ S മനോജ് വർക്കിംഗ് ചെയർമാൻ, ഏറ്റവും ബഹുമാന്യനായ KC രാജഗോപാൽ സംസ്ഥാന പ്രസിഡന്റ്, ബഹുമാന്യനായ മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ബഹുമാന്യനായ മന്ത്രി ശ്രീ KC ജോസ്, ഏറ്റവും പ്രിയങ്കനായ ശ്രീ ആന്റോ ആന്റണി, ശ്രീ PT തോമസ് MP, ശ്രീ ജോയ് എബ്രഹാം MLA, പ്രിയമുള്ള മോൻസ് ജോസഫ് MLA, ബഹുമാന്യനായ CF തോമസ് സാറ്, ജോയ് എബ്രഹാം MP MLA എന്നാണ് പറഞ്ഞത്. ഈ പേരുകളൊക്കെ പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഈ പേരുകൾ നമുക്ക് പറയുന്ന സിസ്റ്റൊക്കെ ഒഴിവാണ്. എല്ലാ നേതാക്കന്മാരും സ്റ്റേജിൽ ഊഷ്മായിരിക്കുന്ന ബഹുമാനപ്പെട്ട നേതാക്കളെ, സ്നേഹിതരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ഒരു വിനീതമായ കൂപ്പുകൈ. കേരള പത്രപ്രവർത്തകരുടെ കേരള യൂണിയൻ വർക്കിംഗ് ജേർണലിസ്റ്റ് സംസ്ഥാന സമ്മേളനം, 51-ാം സംസ്ഥാന സമ്മേളനം, ഇത് സംബന്ധിക്കുവാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന പത്രപ്രവർത്തകർക്കെല്ലാം ആദ്യമായി എൻ്റെ അഭിവാദ്യങ്ങൾ ഞാൻ നേർന്നുകൊള്ളട്ടെ. ഇവിടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി വർക്കിംഗ് ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അവരുടെ കർത്തവ്യങ്ങൾ, അവരുടെ കർമ്മങ്ങൾ, ഇതെല്ലാം വളരെ കാര്യങ്ങൾ ഇവിടെ വളരെ നല്ല നിലയിൽ ഇവിടെ അവതരിപ്പിക്കുകയും നമ്മളെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഇല്ല എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ കേരള പത്രപ്രവർത്തക യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഈ പത്രപ്രവർത്തകർക്ക് എത്രയോ വലിയ പ്രവർത്തന പാരമ്പര്യമാണ് ഉള്ളത് എന്ന് ഞാൻ ഓർക്കുകയാണ്. ദേശീയ പ്രസ്ഥാനത്തിന്, പ്രത്യേകം സ്വാതന്ത്ര്യ സമരത്തിന്, അതിനൊക്കെ പകർന്നു കൊടുത്തിട്ടുള്ള സംഭാവന എത്രയോ വലുതാണ് പത്രപ്രവർത്തകർ. അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനത്തിലൂടെ, സ്വാതന്ത്ര്യ സമരത്തിലൂടെ, അതിൻ്റെ പങ്കാളിത്തത്തിലൂടെ വളർന്നു വന്ന ഒരു സംഘടനയും കൂടിയാണ് പത്രപ്രവർത്തക യൂണിയൻ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഊർജ്ജം ഇങ്ങോട്ടും കിട്ടി, ഊർജ്ജം അങ്ങോട്ടും കൊടുക്കുവാനും ഊർജ്ജം ഇങ്ങോട്ടും എടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പത്രപ്രവർത്തകരുടെ ആ യൂണിയന്റെ വളർച്ച, അതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അഭിമാനകരമായ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണുവാൻ കഴിയുന്നത്. പത്രപ്രവർത്തകരെ ഫോർത്ത് എസ്റ്റേറ്റ് എന്നല്ലേ പറയുന്നത്. എഡ്മണ്ട് ബർക്കാണ് ഈ വാക്ക് 1787 ബ്രിട്ടീഷ് പാർലമെന്റിൽ കൊണ്ടുവന്നത്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന വാക്ക് കൊണ്ടുവന്നത്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിന്റെ, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ജനാധിപത്യ വളർച്ചയെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ജനാധിപത്യത്തെ നിലനിർത്തുന്ന ഒരു ഘടകമാണ്. അപ്പോൾ മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥിതിക്ക് ഈ ഊടും പാവും നൽകിക്കൊണ്ട് ജനാധിപത്യ സംവിധാനത്തെ സംരക്ഷിക്കുകയും അതിനെ വളർത്തുകയും അതിനെ ശക്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എങ്ങനെയാണ് ശക്തീകരിക്കുന്നത്? ഈ പറയുന്ന പോലെ ശക്തീകരിക്കുന്നത് എന്ന് പറയുന്നത്, അപ്പോൾ അതിന് പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് തിരുത്തുന്നത് അത് വലിയ കാര്യമാണ്. ഒരു തിരുത്തൽ ശക്തിയായി പത്രങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെ തിരുത്തൽ ശക്തിയാണ്.
അതിലെ പോരായ്മകൾ എവിടെയുണ്ട് എന്നുണ്ടെങ്കിൽ ആ പോരായ്മകൾ തിരുത്തുക, ജനാഭിപ്രായം അനുസരിക്കുക, ജനാഭിപ്രായം മനസ്സിലാക്കുക. ജനങ്ങൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറയുന്നു. ഞങ്ങളെപ്പോലെ 140 MLA-മാരെ തിരഞ്ഞെടുത്തു. ഞങ്ങൾ 140 നോമിനേറ്റഡ് മെമ്പർ 141 അംഗങ്ങളുടെ സ്വരമാണോ വാസ്തവത്തിൽ ജനങ്ങളുടെ സ്വരം? ഞങ്ങളുടെ സ്വരം മാത്രമാണോ ജനങ്ങളുടെ സ്വരം? താഴേക്കടയിലുള്ള നമ്മുടെ ജനങ്ങളുടെ ആ സ്വരം മനസ്സിലാക്കണമെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള സ്വരം കൂടുതലായിട്ട് കിട്ടണം. അത് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ സ്വരം മാത്രം ജനങ്ങളുടെ സ്വരമാവില്ല. ജനങ്ങളുടെ റിയലായിട്ടുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും സ്വരം നമുക്ക് കിട്ടണം എന്നുണ്ട്.